ഇനി നീ എന്റെ ശ്യാമയെ വേദനിപ്പിച്ച നിനക്ക് ഞാൻ നല്ല തല്ല് തരും, നോക്കിക്കോ. നീ എന്താടി ഒന്നും മിണ്ടാത്തേ? ഓ, ഞാനൊന്നും പറയുന്നില്ലേ. മോളെ, നീ ശരിക്കും മറുപടി കൊടുക്കാത്തതുകൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പോട്ടെ അമ്മേ, ഇന്നെന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമല്ലേ, വെറുതെ എന്തിനാ മൂട് കളയുന്നത്? ശരിയാ, ഞാനത് ഓർത്തില്ല. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. നല്ലതേ വരൂ മോളെ. അച്ഛന്റെ അനുഗ്രഹം പ്രത്യേകം പറയാൻ പറഞ്ഞു. എല്ലാം വിജയിക്കും മോളെ. അല്ല, നീ വസുന്ധരാമ്മയുടെ അനുഗ്രഹം മേടിച്ചോ? വർമ്മ സാറിന്റെ? അമ്മയും ഞാനത് ഓർത്തതാ. പക്ഷേ ഇറക്കി വിട്ട ആ വീട്ടില് എങ്ങനെയാ ഞാനിനി വീണ്ടും കയറിച്ചില്ല? അതൊന്നും കാര്യാക്കണ്ട മോളെ, അവിടേക്ക് ചെല്ല്. ആ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം മോളും മേടിക്കണം. അച്ഛൻ എന്നോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ മോളോട് പറയാൻ. അച്ഛൻ പറഞ്ഞത് അനുസരിക്കും മോളെ. മോള് ചെല്ല്. അവരുടെ അനുഗ്രഹം മോൾക്ക് വേണം. പക്ഷേ അഖിൽ സാറ്... എന്താ, അഖി വഴക്കു പറയുമെന്ന് പേടിച്ചിട്ടാണോ? എന്ന് തൽക്കാലം അഖി ഇത് അറിയണ്ട. അയ്യോ അമ്മ, അമ്മ അതെങ്ങനെയാ ശരിയാവാ? സാരമില്ല മോളെ, ഒരു നല്ല കാര്യത്തിനല്ലേ, പിന്നെ സൗകര്യം പോലെ പറയാം. ഇനിയിപ്പോ ഒന്നിനും സമയമില്ല, കുട്ടികളിപ്പം വരും. മോള് വേഗം പോയി അനുഗ്രഹം വാങ്ങിവാ. ഞാനല്ലേ പറയുന്നത്, ചെല്ല് മോളെ, ചെല്ല്. പോയിട്ട് വരാം. ശ്യാമേ, വാ വാ, കേറി വാ വാ. എന്തായാലും നന്നായി, നീ തിരിച്ചു വന്നല്ലോ. അല്ല, അഖി എവിടെ? പുറത്ത് നിൽക്ക? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നേ. എന്തായാലും വേണ്ടില്ല, നീ വന്നല്ലോ. എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം, വാ. അമൃതയെടുത്തി, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാ. ശ്യാമയോ? ആദ്യേട്ടാ. ശ്യാമേ, അകത്തേക്ക് കയറിയിരിക്കേ. അമൃതേ, ശ്യാമയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആദ്യേട്ടാ, ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എനിക്ക് ഉടനെ തിരിച്ചു പോണം. എന്താ? ഞാൻ ചെറിയ രീതിയിലൊരു സംരംഭം ഇന്ന് തുടങ്ങാം. അതിന് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതാ. നന്നായി. അത് വീട്ടിൽ വെച്ച് തന്നെയാ. അഖിൽ സാറിന് എന്നാലാവുന്നൊരു ചെറിയ സഹായം. എന്താ അത്? വല്ല ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റോ മറ്റോ ആണോ? അത് അത് കുട്ടികൾക്ക് ട്യൂഷൻ പോലെ. കുട്ടികൾക്ക് ട്യൂഷനോ? പഠിപ്പിക്കുന്നത് നീയാണോ? അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടോ? ഒന്നെങ്കില് പശു വളർത്തല്, അല്ലെങ്കിൽ കോഴി ഫാം. ഇതിലേതാ തുടങ്ങുന്നേ? കേക്കട്ടെ. അല്ല, ആ വീടിന്റെ സെറ്റപ്പും സ്റ്റാറ്റസും ഒക്കെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തുടങ്ങുക. അതാ ചോദിച്ചത്. ഇപ്പോ ലേബേഴ്സിനെയൊക്കെ കിട്ടാനാ ബുദ്ധിമുട്ട്.
ആ ശ്യാമയ്ക്കിപ്പോ അതിന് പ്രശ്നമില്ലല്ലോ. പശുവിനെ കുളിപ്പിക്കാനും തൊഴുത്ത് കഴുകാനും ഒക്കെ ചുളുവിനൊരാളുണ്ടല്ലോ. ആഗി, പിന്നെ എന്താ പ്രശ്നം? ഐശ്വര്യം, ആ പിന്നൊരു ഗുണം കൂടെയുണ്ട്. കടയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റ് പാഴാക്കി കളയണ്ട. പശുക്കൾക്ക് അത് തീറ്റയാകും. ഗുഡ് ഐഡിയ. ശ്യാമയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ അതെ, പിന്നെ മതി, പറഞ്ഞാ മതി. പറഞ്ഞോട്ടെ ആദ്യേട്ടാ, മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. സമ്പത്തിലും പ്രതാപത്തിലും മതിമറന്ന് കഴിയുമ്പോൾ പലർക്കും ഇല്ലാത്തവരുടെ വേദന മനസ്സിലാവില്ല. പശു വളർത്തലോ കോഴി വളർത്തലോ അതെന്തായാലും അതത്ര മോശം ജോലിയൊന്നുമല്ല. പിന്നെ മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ളവര് അവരെ പുച്ഛിക്കില്ല, ബഹുമാനിക്കുകയുള്ളൂ. ഓ പിന്നെ എന്നും എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ല. എന്ത് ജോലിയും ആയിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് ചെയ്താ ഒടുവിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആ ആത്മവിശ്വാസം എനിക്കുണ്ട്. എനിക്കത് മതി. മറ്റുള്ളവരുടെ തണലിൽ കഴിയുന്നവർക്ക് ചെറിയൊരു പ്രശ്നമെന്നാ അവരാകെ തകർന്നു പോയിന്ന് വരും. ഇതൊക്കെ ചുറ്റും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പഠിച്ചോ? ശ്യാമ ആരംഭിക്കുന്നത് എന്ത് സംരംഭമായാലും അത് ഞങ്ങൾക്ക് അറിയണ്ട. എന്തായാലും അഖിലിനെ സഹായിക്കാൻ ശ്യാമയ്ക്കൊരു നല്ല മനസ്സുണ്ടായല്ലോ. ഇങ്ങനെയൊരു പെണ്ണിനെ കിട്ടിയത് എന്തായാലും അഖിലിന്റെ ഭാഗ്യം, അത്രേ പറയാനുള്ളൂ. മോള് ധൈര്യമായിട്ട് തുടങ്ങി. എന്തിനായാലും ഞങ്ങളുടെ മനസ്സും അനുഗ്രഹവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. അഖിക്ക് നിനക്ക് നല്ലതേ വരൂ. ആ, അച്ഛനേതായാലും ഓഫീസിൽ പോയി. അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്കാ. ആ നോക്കാം. ആദ്യേട്ടൻ അമ്മയെ കണ്ട് സംസാരിച്ച് ഒന്ന് മയപ്പെടുത്തി വെക്ക്. അപ്പൊ ശ്യാമ വരും, പിന്നെ പ്രശ്നമില്ല. അത് ശരിയാ, ഞാനും സംസാരിക്കട്ടെ. നമ്മുടെ വഴിക്ക് അമ്മയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അമ്മ എന്തു പറഞ്ഞാലും എല്ലാം സഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും അമ്മയുടെ അനുഗ്രഹം മേടിക്കണം. ഹാ ചെല്ല് ചെല്ല്. നിന്റെ ഈ മുഖം, ആ സൗന്ദര്യം കാണേണ്ട താമസം. അമ്മ അനുഗ്രഹം വാരി ചൊരിഞ്ഞങ്ങ് തരും. ആ ദാ ഇപ്പൊ ഇങ്ങനെ പോകുന്നു. തിരിച്ച് ഓടിയിട്ടെങ്കിലും വീട്ടിലേക്ക് പോകാൻ ഇടവരുത്തണേ ഈശ്വരാ. അമൃതെടുത്തി എടുത്തി അങ്ങോട്ട് ചെല്ല്. എന്റെ ഒപ്പം നിൽക്കുന്നത് കണ്ട അമ്മയ്ക്ക് ദേഷ്യം വരും. ചെല്ല്. ദൈവമേ, അമ്മേ, ആ നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ. വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആ അത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അമ്മയ്ക്കൊരു വിസിറ്റർ ഉണ്ട്. ആരാ? ഓഫീസിൽ നിന്നാ? ആ, അല്ല, നല്ല നിലയിൽ കഴിഞ്ഞിരുന്നൊരു പെൺകുട്ടിയാ. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ അവൾക്കുള്ള ജോലി പോയി. ഇപ്പൊ വലിയ കഷ്ടപ്പാടാ. ജീവിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുക ആ പെൺകുട്ടിയും അവളുടെ ഹസ്ബൻഡും. വലിയ കഷ്ടമാണല്ലോ. എന്നെ കാണാൻ വന്നത് വല്ല സഹായത്തിനോ ജോലിക്കോ മറ്റോ ആണോ? അവള് കാര്യം പറഞ്ഞോ? അവൾ ഇന്നു മുതൽ പുതിയൊരു സംരംഭം തുടങ്ങുക. അവൾക്ക് അമ്മയുടെ അനുഗ്രഹം വേണം. സക്സസ് ആയ ഒരു ബിസിനസ്സുകാരിയാണല്ലോ അമ്മ. അതാവും തിരക്കി വന്നത്. കേട്ടിട്ട് തന്നെ വിഷമം തോന്നുന്നു. അനുഗ്രഹം മാത്രമല്ല,
നമുക്കെന്തെങ്കിലും പറ്റുന്ന സഹായം ആ കുട്ടിക്ക് കൊടുക്കാം. എന്താ നിന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം നമ്മൾ സഹായിക്കണം എന്ന് തന്നെയാ. അതാ വേണ്ടത്. എന്നിട്ട് അവളെവിടെ? ദാ അപ്പുറത്തുണ്ട്. വാമേ. വാ. ഈശ്വര. വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അതാ ഇന്ന് ജീവിതത്തിലെ ഒരു പുതിയ തുടക്കോ. ദേഷ്യപ്പെടരുത്, എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം. നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. പക്ഷെ എന്റെ അഖിയെ നീ എനിക്ക് തിരിച്ചു തരണം. പറ്റുമോ? നിനക്കതിന് പറ്റുമോ? പറയാ. എന്നിൽ നിന്ന്, എന്റെ മനസ്സിൽ നിന്ന് എന്റെ അഖിയെ നീ പറിച്ചെടുത്തോണ്ട് പോയി. അവന്റെ ആ സ്നേഹം നീ എനിക്ക് തിരിച്ചതാ. അത് നിനക്ക് പറ്റുമോ? എന്റെ അഖിക്ക് ഞാൻ കൊടുത്ത സ്നേഹം, വാത്സല്യം, അത് നിന്റെ വീട്ടിൽ അവന് കൊടുക്കാൻ പറ്റുമോ? പറയ. ഇവിടെ എന്റെ മോൻ രാജാവിനെ പോലെയാ കഴിഞ്ഞ്. അത്രയൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ജസ്റ്റ് ഒരു മിനിമം സൗകര്യം അത് കൊടുക്കാൻ നിന്റെ വീട്ടിൽ പറ്റുമോ? എന്താ എന്താ നീ ഒന്നും മിണ്ടാത്തെ? പറയ, മറുപടി പറയ. ഞാൻ ചോദിച്ചതിന് ഒന്നിനെങ്കിലും മറുപടി പറയ. അമ്മ ചോദിച്ചില്ലേ അമ്മയുടെ അത്രയും സ്നേഹം മോന് കൊടുക്കാൻ പറ്റുമെന്ന്? അത്രയും പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ എന്നേക്കാൾ, എന്റെ ജീവനേക്കാൾ ഉപരി ഞാൻ അമ്മയുടെ അഖിയെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അമ്മയുടെ മോൻ ജീവിച്ച അത്രയും സൗകര്യം എനിക്ക് എന്റെ വീട്ടിൽ ഇന്ന് കൊടുക്കാനാവില്ല. പക്ഷെ ഞാൻ ഉറപ്പ് തരാം, വളരെ കാലമൊന്നും വേണ്ടി വരില്ല. ഇതിനേക്കാൾ സൗകര്യത്തോടെ സാർ ജീവിക്കും. അതെന്റെ ജീവിത ലക്ഷ്യം. അതിൽ ഞാൻ വിജയിച്ചിരിക്കും, ഉറപ്പ്. പിന്നെ ഇപ്പൊ അമ്മ എന്നെ കൈയുയർത്തി അനുഗ്രഹിച്ചില്ല. സാരമില്ല, മനസ്സുകൊണ്ട് ആ അനുഗ്രഹം എനിക്കുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ പോവാ. അമ്മേ, അവള് പറഞ്ഞത് കേട്ടില്ലേ? ഒടുവില് അവള് ഗോൾ അടിച്ചിട്ട് പോയി. ഛേ, ഇനി 1-2 കുട്ടികളും കൂടി വരാനുള്ളൂ. ശ്യാമ ഇനിയും വന്നില്ലല്ലോ.
അവിടെ ക്ലാസ്, അങ്ങോട്ടിരിക്കാം. ശരി. അക്കിമോൻ എത്തിയല്ലോ. ശ്യാമ എവിടെയാന്ന് ചോദിച്ച ഞാൻ എന്താ പറയാ? ആകെ പ്രശ്നമാവുമല്ലോ. അല്ല, നമ്മുടെ ടീച്ചർ ക്ലാസ് തുടങ്ങിയോ? അത് കാണാൻ ഞാൻ തിരക്ക് പിടിച്ചു വന്നതാ. മോനെ, അത് ശ്യാമ. അവള് ആ പാട്ടുകാരി ഇവിടെ ഇല്ല. ഈ ട്യൂഷന് വന്ന കുട്ടികളും രക്ഷിതാക്കളും അവിടെ ഇരുന്ന് നാട്ടിലെ കൊതിയും നുണയൊക്കെ പറഞ്ഞു തകർക്കുക. ശ്യാം ഇവിടെ ഇല്ലേ? പിന്നെ എവിടെ പോയി? അത് പിന്നെ മോനെ, അവള് അതെ, അവളെ നിന്റെ വീട്ടിൽ പോയിരിക്കുക. എന്റെ വീട്ടിലോ? എന്തിന്? നീയൊന്നും അറിയണ്ട. രഹസ്യമായി പോയി വായെന്നും പറഞ്ഞ് ഇവിടെ അച്ഛനും അമ്മയും അവക്ക് സപ്പോർട്ട് ചെയ്യുന്നതേ ഞാൻ കേട്ടു. എന്റെ വീട്ടിൽ? അതും ഈ സമയത്ത്? അതെന്തിനാ പോയേ? സംഗീതജ്ഞ എത്തിയല്ലോ. ഇനി നേരിട്ട് തന്നെ അങ്ങോട്ട് ചോദിക്കും. ധിക്കാരല്ലേ അവള് കാണിച്ചേ? സ്വന്തം ഭർത്താവിനെ ഒളിച്ച് അത് നിങ്ങളെ പടിയടിച്ച് പിണ്ടം വെച്ച ആ വീട്ടില്. ചോദിക്ക് ശരിക്കും ചോദിക്കകിലേ. ഇപ്പൊ എന്തെങ്കിലും നടക്കും. ട്യൂഷന്റെ ഉദ്ഘാടനം തന്നെ ആ തല്ലിലാവും. പാട്ട് പഠനന്തേ ഇപ്പൊ തീരും. ഞാൻ അത് അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ. നമ്മുടെ ഒരു പുതിയ തുടക്കമല്ലേ, അതുകൊണ്ട് സാറിനോട് പറയാൻ കഴിഞ്ഞില്ല. ഇനി ഒരക്ഷരം മിണ്ടിയ ഇവക്ക് തല്ലുറപ്പ്. തെറ്റായി പോയെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? എന്തിന്? അതിന് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്ത് വന്നാലും ശ്യാമ ഇങ്ങനെ ചിന്തിക്കുള്ളൂന്ന് എനിക്കറിയായിരുന്നു. അല്ല, സംസാരിച്ചെന്നാ പറ്റില്ല. ക്ലാസ് തുടങ്ങട്ടെ. താൻ വന്നേ, വാ. അയ്യേ, ഇതെന്ത് കോന്തം ഭർത്താവ്! കഷ്ടം തന്നെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? 2 3 4 സരി ഗമ പധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗമ പധ നി സ സാ നി ധ പ മ ഗ രി സ. ഇനി നമുക്കിത് തന്നെ ഒന്നുകൂടെ പാടാം. 2 3 4 സരി ഗ പ ധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ സരി ഗ മ
ഹലോ അരുന്ധതി മാഡം. ഹായ് അപ്സര. ഹായ് ഹായ്. പുതിയ പ്രോഗ്രാം എന്നാ? എവിടെയായാലും ഞാൻ വരും കേട്ടോ. അത്രയ്ക്ക് വിസ്മയുടെ ഫാനാ ഞാൻ. താങ്ക് യു. അല്ല, പ്രോഗ്രാം എന്നാന്ന് പറഞ്ഞില്ല. അറിയിക്കാം, ഉടനെ ഉണ്ടാവില്ല. അതെ, ഇടയ്ക്ക് കുറച്ച് പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇവൾക്ക് ചെറിയൊരു കോൾഡ്. തണുപ്പിന്റെയാ, സാരമില്ല. അതെയോ? എന്റെ മോളെയും വിസ്മയെ പോലെ ഒരു വലിയ പാട്ടുകാരി ആക്കണമെന്നാ എന്റെ ആഗ്രഹം. മോള് പാടുവോ? ആ, എന്റെ മോള് മ്യൂസിക് ട്യൂഷന് പോകുന്നുണ്ട്. അതെയോ? ആരാ പാട്ട് പഠിപ്പിക്കുന്നേ? ശ്യാമ ടീച്ചർ. ഞാൻ ശ്യാമ എന്നാ വിളിക്കുന്നത്. ശ്യാമ നന്നായി പാടും. ശ്യാമയുടെ പാട്ട് കേട്ടപ്പോ ഇടയ്ക്ക് വിസ്മയുടെ ശബ്ദത്തിന്റെ ഒരു സിമിലാരിറ്റി തോന്നി. അതേ സ്വരമാധുരി, അതേ ഭാവം. സത്യത്തിൽ ആ ഒരു പാട്ടുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയുടെ ഫാനായെന്ന് പറയാം. എവിടെയാ ട്യൂഷൻ? അവരുടെ വീട്ടിലാ, പഴയ ഒരു തറവാട്. മ്യൂസിക് ട്യൂഷൻ എന്ന ഒരു പോസ്റ്റർ കണ്ട ഞാൻ അവിടെ തിരക്കി ചെന്നേ. അതിപ്പോ മോളുടെ ഭാഗ്യമായി. ശരി വിസ്മയ, പിന്നെ പ്രോഗ്രാമിന്റെ ഡേറ്റ് എന്നെ ഒന്ന് അറിയിക്കണേ. ഓക്കെ, സീ യു. മമ്മി, ആ ശ്യാമ നമ്മളെ വീണ്ടും ചതിച്ചു. അവര് പറഞ്ഞത് കേട്ടില്ലേ? വിസ്മയുടെ അതേ സ്വരം ഒന്നും. ഇങ്ങനെ പോയാ അവസാനം എന്റെ അവസ്ഥ. എന്റെ ഈശ്വര, എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. മോള് വിഷമിക്കണ്ട, നീ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ശ്യാമയുടെ സ്വരം അത് വിസ്മയ്ക്ക് മാത്രമുള്ളതാ. അതിന് വേണ്ടത് അമ്മ ഉടനെ ചെയ്യും. എന്റെ അക്കിക്ക് ഞാൻ കൊടുത്ത സ്നേഹം, വാത്സല്യം, അത് നിന്റെ വീട്ടിൽ അവന് കൊടുക്കാൻ പറ്റൂ? ഇവിടെ എന്റെ മോൻ രാജാവിനെ പോലെയാ കഴിഞ്ഞ്. അത്രയൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ജസ്റ്റ് ഒരു മിനിമം സൗകര്യം, അത് കൊടുക്കാൻ നിന്റെ വീട്ടിൽ പറ്റൂ? സത്യത്തിൽ ആ അമ്മയ്ക്കും മകനും ഇടയിൽ ഞാനാ തടസ്സം. ഒരിക്കലും തമ്മിൽ അകന്നിരിക്കാൻ രണ്ടാൾക്കും ആവില്ല. രണ്ടാളും ഇനി തമ്മിലൊന്ന് കണ്ടാ മതി, സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാ മതി. അമ്മയുടെ പിണക്കം എല്ലാം മാറും. അതിനിപ്പോ എന്താ വഴി? അത് മതി. ഹലോ, സൂപ്പർ മാർക്കറ്റ് അല്ലേ? പിന്നെ പാഴ്സൽ എത്തിക്കേണ്ട അഡ്രസ്സ് ഞാൻ അയച്ചേക്കാം. ആ ശരി, ഓക്കെ, താങ്ക് യു. ഈ പാഴ്സൽ അങ്ങ് എത്തിക്കോട്ടെ. അപ്പോ വസുന്ധരാമ്മയുടെ പിണക്കമൊക്കെ മാറും. പിന്നെ മകന്റെ അടുത്ത് വരാതിരിക്കാൻ അമ്മയ്ക്കാവില്ല.
വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ റിങ് ചെയ്യുന്നുണ്ട്. സംസാരിക്കേ. ഹലോ, ആരാ? ഹലോ, ആരാ? പറയൂ. അവൾക്ക് മനസ്സിലായില്ല. സംസാരിക്കേ. ഹലോ, ആരാ വിളിച്ചേ? ഒരു കുട്ടിയുടെ പേരെന്താ? മ്യൂസിക് ട്യൂഷന് വേണ്ടിയാണോ? അതെ. ക്ലാസ് എപ്പോഴാന്ന് അറിയാനാ. നാളെ രാവിലെ 7 മണിക്ക്. കുട്ടികളുടെ സൗകര്യം അനുസരിച്ച് സമയങ്ങളിൽ ചിലപ്പോൾ മാറ്റമൊക്കെ വന്നിരിക്കും. നാളെ 7 o'clock ഫിക്സ് ആണല്ലോ. നാളെ ക്ലാസ് 7 മണിക്ക്. പഠിക്കാൻ കുട്ടികൾ ശരിക്കും ഉണ്ടോ? അത്യാവശ്യമൊക്കെ. ഇതുപോലുള്ള എൻക്വയറീസ് ഇപ്പോൾ വരുന്നുണ്ട്. ടീച്ചറ് പ്രൊഫഷണലായിട്ട് പാടുവോ? അതില്ല, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അല്ല, ടീച്ചറുടെ ശബ്ദം കേട്ടിട്ട് ശരിക്കും കേട്ട് പരിചയമുള്ള സ്വരം പോലെ തോന്നി. ഒരു പാട്ടുകാരി ഉണ്ടല്ലോ, വിസ്മയ. ആ ശബ്ദം പോലെ തോന്നുന്നു. അത് എന്താ പറയൂ. ആ കുട്ടിയുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ ഫേമസ് ആണല്ലോ. ഞാനിവിടെ ചെറിയ ട്യൂഷനുമായിട്ട് മാഡത്തിന് ചിലപ്പോൾ തോന്നിയതായിരിക്കും. ശബ്ദത്തിനൊരു സിമിലാരിറ്റി. വെറുതെ തോന്നിയതാവാം. അതെ അതെ, ശരിയാ. അപ്പോ ഓക്കെ ശ്യാമേ, നാളെ 7 മണി ഞാൻ കുട്ടിയായിട്ട് എത്താം. ഓക്കെ? ഓക്കെ, ശരി. നമ്പർ മാറി വിളിച്ചതുകൊണ്ട് അവൾക്ക് ആളെ മനസ്സിലായില്ല. മമ്മി, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇപ്പൊ തന്നെ അവളെ പോയി കാണണം. ട്യൂഷൻ അവസാനിപ്പിക്കാൻ പറയണം. അതവള് കേട്ടില്ലെങ്കിലോ? അനുസരിപ്പിക്കണം മമ്മി. അതിനവളെ കാണാതെ തന്നെ വേറെ വഴിയുണ്ടെങ്കിലോ? എന്ത് വഴി? കാണാൻ പോകുന്ന പൂരം എന്തിനാ മോളെ പറഞ്ഞറിയിക്കുന്നേ? നീ കണ്ടോ, നാളെന്നല്ല ഇനി ഒരിക്കലും അവള് മ്യൂസിക് ട്യൂഷൻ എടുക്കില്ല. അതിന് വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ ഇത് ആരാ അയച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അമ്മേ, ഡെലിവറി ബോയ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. എന്തായാലും അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ആരോ അയച്ചതാവും. നമുക്ക് എന്താണെന്ന് തുറന്നു നോക്കാം. സ്വീറ്റ്സ് ആണല്ലോ. ഇത് അമ്മയുടെ ഫേവറേറ്റ് സ്വീറ്റ്സ് ആണല്ലോ. അതെ അതെ. അല്ല, ഇതിപ്പോ ആരാ അമ്മയ്ക്ക് പാഴ്സൽ ചെയ്തത്? ദേമേ, ഇത് മറ്റാരുമല്ല, അഖിയ. എന്റെ അഖിമോൻ അയച്ചതാ. അതെങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാനാവും? എനിക്കതിനാവും. എന്റെ മനസ്സ് അവനറിയാം, അവനെ എനിക്കും.
ഇതെന്താ അമ്മേ? അമ്മ നോക്കി. കണ്ടില്ലേ, എവിടെയായിരുന്നാലും അവൻ എന്റെ അക്കി. എന്നെ പറ്റി ഓർത്തത് കണ്ടില്ലേ? മതി, എനിക്കത് മതി. പ്രിയപ്പെട്ട അമ്മയ്ക്ക് അക്കിമോൻ അയച്ചു തന്നല്ലേ, അപ്പോ അമ്മ തന്നെ ആദ്യം കഴിക്കേ. ആഹാ, താടാ. ഒരെണ്ണം താടാ. പിണങ്ങിയോ?